ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് എല്ലാവരും ഇപ്പോൾ അവെയർ ആയിട്ട് ഒരുപാട് പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന പുതിയ ചേഞ്ച് പ്രകാരം കുറച്ചായിട്ടുണ്ട് ഈ ചേഞ്ച് വന്നിട്ട് ട്രേഡ് മാർക്ക് അറ്റോർണി അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വെച്ചിട്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത് 600 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് എക്സാമിനേഷൻ നടന്നിട്ട് ഫസ്റ്റ് എനവിൽ എക്സാമിനേഷൻ എടുക്കുന്നത് സ്റ്റാമ്പ് പേപ്പർ 100 രൂപന്റെ ആണല്ലോ, നിങ്ങൾ 600 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആക്കി എന്നാലേ ഞങ്ങൾ ഇത് എക്സാമിൻ ചെയ്യുള്ളൂ എന്ന് പറയാം. ഇപ്പൊ എക്സാമിനേഷൻ എന്ന ട്രേഡ് മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ കുറച്ച് മുന്നേ ഒക്കെ ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുത്താൽ 6 to 8 months അല്ലെങ്കിൽ 6 to 1.5 yearsന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് കിട്ടിയിരുന്നു. ഇപ്പൊ എക്സാമിനേഷൻ ഇവർ എടുക്കുന്ന തന്നെ മിനിമം 6 to 8 months ശേഷമാണ് നമ്മളത് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ 100 രൂപീസിന് സ്റ്റാമ്പ് പേപ്പറിൽ വെക്കരുത്. ഇപ്പോൾ എന്താ വെച്ചാൽ 600 രൂപീസിന് സ്റ്റാമ്പ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെ ബ്രാൻഡ് വാലിഡ് ആവാനോ അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾ 500 രൂപേന്റെ ലാഭം നോക്കരുത്. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ എപ്പോഴും നിങ്ങൾ പുതിയ ട്രേഡ് മാർക്കിന് ഇവിടുന്ന് ആവട്ടെ എവിടുന്ന് നിങ്ങൾ അപ്ലൈ ആണെങ്കിലും 600 രൂപീസിന് സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ട്രേഡ് മാർക്ക് പരമായിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലോക്കലിന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുള്ള് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ടീം.